ഞാൻ വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് 1-ാം തീയതി, അതായത് ഈ 1-ാം തീയതി മുതൽ നമുക്ക് UPI പേയ്മെൻറ്റുകളിൽ വന്ന 4 അപ്ഡേറ്റുകൾ നമുക്ക് ഏതാണെന്ന് ചർച്ച ചെയ്യാം. അതിനായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ 4 അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1-ാമത്തെ അപ്ഡേറ്റ്, നമ്മൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സാധാരണ പിൻ ലെറ്ററാണ്, അതായത് അതിൻ്റെ ഒരു പിന്നാണ് നമുക്ക് അവിടെ ചോദിക്കാറുള്ളത്. ഇപ്പോൾ പലർക്കും അത് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, ഇത് രണ്ടുമാണ് ഈ ഒരു ഫസ്റ്റത്തെ അപ്ഡേറ്റ്. അതായത് പിന്നിൻ്റെ പകരം നമുക്ക് ഫേസ് ID അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ആണ് വന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ഇനി 50 തവണ മാത്രമേ ഒരു ദിവസം നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റൂ. അതാരൊക്കെ 50 തവണ ചെക്ക് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും 50 തവണ മാത്രമേ ഒരു ദിവസം നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ അപ്ഡേറ്റ്, നമ്മൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പെൻഡിങ് ആയി, ആ പെൻഡിങ് ആയ സ്റ്റാറ്റസ് നമ്മൾ പല തവണ വന്ന് കയറി നോക്കാറുണ്ട്. പക്ഷേ അത് നമുക്കിനി ആ പെൻഡിങ് സ്റ്റാറ്റസ് നമുക്കിനി ഒരു ദിവസം എന്നല്ല, പെൻഡിങ് ആയ സ്റ്റാറ്റസ് നമുക്കിനി 3 തവണ മാത്രമേ നമുക്കതിന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്, നമുക്കറിയാം ഇവിടെ ഈ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാൻ സാധിക്കും ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൽ തീരെ എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഓട്ടോ പേൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. ഓട്ടോ പേ ചെയ്ത പൈസകളൊക്കെ അതിന് രാത്രി കാലങ്ങളിലായിരിക്കും അവർ ഈ ഒരു ഗൂഗിൾ പേ, അതായത് UPI പേയ്മെൻറ്റിന് വലിക്കുകയുള്ളൂ. സാധാ ഒരു ഉച്ച പെയ്യുന്ന സമയത്തൊക്കെയാണ് പിടിക്കാറുള്ളത്. പക്ഷേ രാത്രി സമയങ്ങൾ മാത്രമാണ് ഈ ഓട്ടോ പേ സെലക്ട് ചെയ്ത ഒരു മാസം 2 മാസം കൂടുമ്പോൾ 1000-2000 ഒക്കെ സെലക്ട് ചെയ്ത ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു സബ്സ്ക്രിപ്ഷൻ പൈസ നമുക്ക് ഇനി ആ ഒരു രാത്രി കാലങ്ങളിൽ മാത്രമാണ് പോകുക. അപ്പോൾ ഇതാണ് UPI പേയ്മെൻറ്റുകൾ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ നമുക്ക് ഇനി നിലവിൽ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.